എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നോർക്ക കെയർ പ്ലസ് ഇൻഷുറൻസ് പദ്ധതിയെക്കുറിച്ചാണ്. 2025 നവംബർ മാസത്തിൽ നോർക്ക കെയർ പദ്ധതി ഗവൺമെൻറ് ലോഞ്ച് ചെയ്തു. അതിനുശേഷം 2026 ഏപ്രിലിൽ നോർക്ക കെയർ പ്ലസ് പദ്ധതി, അതായത് നോർക്ക കെയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് കൂടുതൽ ബെനിഫിറ്റുകളും അതോടൊപ്പം തന്നെ കൂടുതൽ ഇൻഷുറൻസ് കവർ ലഭിക്കുന്നതുമായ പദ്ധതിയാണ് നോർക്ക കെയർ പ്ലസ് പദ്ധതി. ഇന്ത്യക്ക് വെളിയിൽ താമസിക്കുന്ന പ്രവാസികൾക്കും അതോടൊപ്പം തന്നെ കേരളത്തിന് വെളിയിലും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ താമസിക്കുന്ന പ്രവാസികളെ ലക്ഷ്യമാക്കിയിട്ടാണ് ഈ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. നോർക്ക കെയർ പ്ലസ് പദ്ധതിയുടെ പ്രയോജനമനുസരിച്ച് 5 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെയുള്ള ഹെൽത്ത് ഇൻഷുറൻസ് കവറും അതോടൊപ്പം തന്നെ 10 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെയുള്ള പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് കവറുമാണ് ഈ നോർക്ക കെയർ പ്ലസ് നിങ്ങൾക്ക് നൽകുന്നത്. ഈ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ മാത്രം ഒരു പ്രത്യേകതയാണ്, നിങ്ങൾക്ക് നിലവിൽ ഏത് തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം ഇതിൽ കവർ ചെയ്യും. 18 വയസ്സ് മുതൽ 70 വയസ്സ് വരെ പ്രായമായിട്ടുള്ള എല്ലാ പ്രവാസികൾക്കും, അതായത് വാലിഡ് ആയിട്ടുള്ള ഒരു നോർക്ക ID കാർഡുള്ള എല്ലാ പ്രവാസികൾക്കും ഈ പദ്ധതിയിൽ അംഗമാകാം. ഈ പദ്ധതിയുടെ പ്രത്യേകത അനുസരിച്ച് 5 ലക്ഷം മുതൽ 5 ലക്ഷം, 10 ലക്ഷം, 15, 20, 25, 50 അതേപോലെ തന്നെ 1 കോടി രൂപ വരെയുള്ള ഇൻഷുറൻസ് നിങ്ങൾക്ക് ഈ പദ്ധതിയിൽ നിന്ന് ലഭ്യമാണ്. ഇതൊരു ഫാമിലി ഫ്ലോട്ടർ പോളിസി ആയിട്ടാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പ്രവാസിയായിരിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ വൈഫിനും ഹസ്ബൻഡും അതോടൊപ്പം തന്നെ 2 കുട്ടികൾക്കും ഇതിൽ അംഗങ്ങളാകാം. അഡീഷണൽ ആയിട്ടുള്ള പ്രീമിയം കൊടുത്തിട്ട് 5 കുട്ടികളെ വരെയും ഇൻക്ലൂഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇതിന് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 80 വയസ്സ് വരെയും പ്രായമുള്ള നിങ്ങളുടെ മാതാപിതാക്കളെയും ഈ പദ്ധതിയിൽ അംഗങ്ങളാക്കാം. നിങ്ങളുടെ മാതാപിതാക്കളെ മാത്രമല്ല, നിങ്ങളുടെ പങ്കാളിയുടെയും മാതാപിതാക്കളെയും ഈ ഇൻഷുറൻസ് സ്കീമിൽ അംഗമാക്കാനായിട്ടുള്ളൊരു ഓപ്ഷൻ നൽകുന്നുണ്ട്. പലരും ചോദിക്കുന്ന ഒരു സംശയമാണ്, ഞാനിപ്പോൾ നോർക്ക കെയറിൽ അംഗമാണ് അല്ല നോർക്ക കെയർ പ്ലസിൽ അംഗമാണ്, എനിക്ക് പുതിയതായിട്ട് ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരാൻ പറ്റുമോ എന്നുള്ളത്. നിങ്ങൾ നോർക്ക കെയറിൽ അംഗമാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് നോർക്ക കെയർ പ്ലസിൽ അംഗമാകാനായിട്ട് സാധിക്കും. 2 പദ്ധതിയിലും ഒരു സമയത്ത് അംഗമാകേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് നിങ്ങൾ തന്നെ ചിന്തിക്കുക. നോർക്ക കെയറിൽ അംഗമായിട്ടുള്ളവർക്ക് ഇപ്പോൾ തന്നെ ഒരു ഡിസിഷൻ എടുക്കാം. വേണമെങ്കിൽ അവർക്ക് നോർക്ക കെയർ പദ്ധതിയിൽ തുടർന്നും പ്രീമിയം കൊടുത്ത് അത് റിന്യൂ ചെയ്യാനായിട്ടുള്ള ഓപ്ഷനുണ്ട്. അതല്ല, അവരുടെ മാതാപിതാക്കളെ ഇൻക്ലൂഡ് ചെയ്യണം. അതോടൊപ്പം തന്നെ 5 ലക്ഷത്തിന് മേളിലുള്ള കവറേജ്, 10 ലക്ഷമോ 20 ലക്ഷമോ 1 കോടി രൂപ വരെയുള്ള കവറേജ് അവർക്ക് വേണമെങ്കിലും നോർക്ക കെയർ പദ്ധതിയിൽ അംഗമായിട്ടുള്ളവർ അവർ ഇൻഷുറൻസ് പോളിസി റിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് പകരമായിട്ട് അവർക്ക് നോർക്ക കെയർ പ്ലസിൽ അംഗമായി ചേരാനായിട്ട് സാധിക്കും. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയൊരു കൺസേൺ എന്ന് പറയുന്നത്, അവർ പ്രവാസിയായിരിക്കുന്ന സമയത്ത് ഇൻഷുറൻസ് സ്കീം അവർക്ക് ലഭിക്കും. അവർ പ്രവാസം നിർത്തി നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ എന്താകും, അവരെ ഇൻഷുറൻസ് പോളിസി റിന്യൂ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ആശങ്ക എല്ലാ പ്രവാസികളുടെ ഇടയിലുമുണ്ട്. എന്നാൽ നോർക്ക കെയർ പ്ലസിൽ അത് സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ പ്രവാസം നിർത്തി നാട്ടിലേക്ക് വന്നാലും നിങ്ങളുടെ ഇൻഷുറൻസ് പോളിസി അതേപടി നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന്. നോർക്ക കെയർ പദ്ധതിയുടെ ഒരു 2ാമത്തെ ഫേസ് ആയിട്ടാണ് ഇപ്പം ഈ പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അത് 8 മാസത്തേനാണ്. കാരണം ഈ നോർക്ക കെയർ പ്ലസ് ഇതിൻ്റെ ആനുവൽ പ്രീമിയം 2027 ഏപ്രിൽ 15-ാം തീയതിയാണ് ഡ്യൂ ആയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ പദ്ധതിയിൽ അംഗമായാൽ 8 മാസത്തേനുള്ള പ്രീമിയമാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അതായത് 2027 ഏപ്രിൽ 18-ാം തീയതിക്ക് ശേഷം നിങ്ങൾ അടുത്ത ആനുവൽ പ്രീമിയം കൊടുത്താലാണ് ഈ പോളിസി കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പം നിലവിൽ നിങ്ങൾ 8 മാസത്തെ പ്രീമിയം മാത്രം കൊടുത്താൽ മതി. ഈ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ വിശദാംശങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ഓപ്ഷൻ അനുസരിച്ചിട്ട് 5 ലക്ഷം രൂപ വരെയുള്ള ഇൻഷുറൻസ് കവർ, അതായത് പ്രവാസി, അദ്ദേഹത്തിൻ്റെ വൈഫോ പങ്കാളിയോ 2 കുട്ടികൾ ഉൾപ്പെടുന്ന കുടുംബത്തിന്, പ്രവാസിയുടെ മാതാപിതാക്കളെയോ അല്ലെങ്കിൽ അവരുടെ പങ്കാളിയുടെ മാതാപിതാക്കളെയോ ഈ 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പ്ലാനിൽ ചേർക്കാൻ പറ്റില്ല. അവരെ മിനിമം 10 ലക്ഷം രൂപയുടെ പോളിസി ഉണ്ടെങ്കിലേ മാതാപിതാക്കളെ ചേർക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രായപരിധി 18 മുതൽ 70 വയസ്സ് വരെയാണ്. ഒരു ദിവസത്തെ മുറിവാടക നേഴ്സിംഗ് ചാർജ് ഉൾപ്പെടെ 5000 രൂപയും, ICUവിലാണ് അഡ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ നേഴ്സിംഗ് ചാർജ് ഉൾപ്പെടെ 10000 രൂപയാണ് ഒരു ദിവസത്തെ മുറിവാടക. ഇനി 2ാമത്തെ ഓപ്ഷൻ അനുസരിച്ച് 10 ലക്ഷം രൂപ മുതൽ
1 കോടി രൂപ വരെയുള്ള കവറേജാണ് നമുക്ക് ലഭിക്കുക. അത് പ്രവാസി, അദ്ദേഹത്തിൻ്റെ പങ്കാളി, 2 കുട്ടികൾ ഉൾപ്പെടുന്ന കുടുംബത്തിന് ഇതിൽ അംഗങ്ങളായിട്ട് ചേരാം. പ്രവാസിയുടെ മാതാപിതാക്കളെ അല്ലെങ്കിൽ പങ്കാളിയുടെ മാതാപിതാക്കളെ ഈ പ്ലാനിൽ ഉൾപ്പെടുത്താൻ പറ്റും. പ്രായപരിധി അഗെയിൻ 18 വയസ്സ് മുതൽ 80 വയസ്സ് വരെയാണ്. മാതാപിതാക്കൾക്ക് ഉള്ള പ്രായപരിധി 80 വയസ്സാണ്. പക്ഷെ ഇതിൽ അംഗമായിട്ട് ചേരുന്ന പ്രവാസിയുടെ പ്രായപരിധി 70 വയസ്സായിട്ട് നിജപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ ഓപ്ഷൻ അനുസരിച്ച് ഒരു ദിവസത്തെ മുറി വാടക 10,000 രൂപ വരെ ആകാം. ICUവിലാണ് അഡ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ നഴ്സിംഗ് ചാർജ് ഉൾപ്പെടെ 20,000 രൂപയാണ് ഒരു ദിവസം അലോ ചെയ്തിരിക്കുന്ന മുറി വാടക. ഈ ഇൻഷുറൻസ് പദ്ധതിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. 5 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെയുള്ള ഇൻഷുറൻസ് നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് തിരഞ്ഞെടുക്കാം. ഈ പദ്ധതിയുടെ പ്രത്യേകത അനുസരിച്ച് നിങ്ങൾ 25 വയസ്സ് വരെയുള്ള കുട്ടികളെ മാത്രമാണ് ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. 2 കുട്ടികളെ വരെയും നിങ്ങൾക്ക് ഈ പ്രീമിയത്തിൻ്റെ ആ ലിമിറ്റിൽ ഉൾപ്പെടുത്താം. പക്ഷേ 2 കുട്ടികൾക്ക് മേളിൽ, അതായത് പരമാവധി 3 കുട്ടികളെ നിങ്ങൾ അഡീഷണൽ ആയിട്ടുള്ള പ്രീമിയം കൊടുത്ത് ഉൾപ്പെടുത്തുവാനായിട്ട് സാധിക്കും. നിലവിൽ രോഗങ്ങൾ ഉള്ളവർക്കും ഈ പദ്ധതിയിൽ അംഗമാകാം. പദ്ധതിയിൽ അംഗമാകുന്നതിന് നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള മെഡിക്കൽ പരിശോധനകളോ അല്ല ഡിക്ലറേഷനോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. കോ പേയ്മെൻറ്റ് ഓപ്ഷൻ ഇതിൻ്റെ അകത്ത് ബാധകമല്ല. പോളിസി ക്ലെയിം ലഭിക്കുന്നതിന് കാത്തിരിപ്പ് കാലാവധി ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ക്യാഷ്ലെസ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് നിങ്ങൾക്ക് ലഭിക്കുക. ആശുപത്രിയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് 30 ദിവസവും ഡിസ്ചാർജ് ചെയ്യുന്നതിന് ശേഷം 30 ദിവസവും വരുന്ന മെഡിക്കൽ ചെലവുകൾക്ക് ഓരോ ക്ലെയിമിനും 5,000 രൂപ വരെ ലഭിക്കും. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത അനുസരിച്ച് ആയുഷ് ചികിത്സ, അതായത് ആയുർവേദം, യോഗ, നാച്ചുറോപ്പതി, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി ഇതേപോലെയുള്ള ട്രീറ്റ്മെൻറ്റുകളാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഒരു വർഷം പരമാവധി 50,000 രൂപ വരെയാണ് അതിന് അലവ് ചെയ്തിരിക്കുന്ന ലിമിറ്റ്. മെറ്റേണിറ്റിയും അതുമായി ബന്ധപ്പെട്ട ചികിത്സകളും ഈ പോളിസിയിൽ ഉൾപ്പെടുന്നതല്ല. എന്നാൽ പുതിയതായി ജനിക്കുന്ന കുഞ്ഞിന് ജനിച്ച ദിവസം മുതൽ തന്നെ പോളിസിയിൽ കവറേജ് ലഭിക്കും. നേത്ര സംബന്ധമായ ചികിത്സയ്ക്ക്, അതായത് കാറ്ററാക്ട് ചികിത്സയ്ക്ക് പ്രതിവർഷം ഒരു കണ്ണിന് മാക്സിമം 30,000 രൂപ വരെ ലഭ്യമാവുകയുള്ളൂ. അതേപോലെ തന്നെ ക്ലെയിം ലഭിക്കാൻ കുറഞ്ഞത് 24 മണിക്കൂറെങ്കിലും നിങ്ങൾ ആശുപത്രിയിൽ അഡ്മിഷൻ നിർബന്ധമാണ്. ഇത് പലർക്കും ഉള്ള ഒരു സംശയമാണ്. ഈ GCC കൺട്രീസിലും അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലും ജോലി ചെയ്യുന്ന വ്യക്തികൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവിടെ ലഭിക്കുന്ന ഇൻഷുറൻസ് കവറേജ് അനുസരിച്ച് OPയും അതേപോലെ തന്നെ ഏതെങ്കിലും മെഡിക്കൽ ടെസ്റ്റോ ഡോക്ടറെ കാണുന്നതിനുള്ള ഫീസോ ഇതെല്ലാം അവരെ മെഡിക്കൽ ഇൻഷുറൻസിൽ കവർ ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ നിലവിലുള്ള ഇൻഷുറൻസുകളിൽ, അതായത് ഹെൽത്ത് ഇൻഷുറൻസുകളിൽ മിനിമം 24 മണിക്കൂറെങ്കിലും നിങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്ന കേസുകൾക്ക് മാത്രമേ ഇതിൽ റീഇംബേഴ്സ്മെൻറ്റ് ലഭിക്കുകയുള്ളൂ. പലർക്കും ഉള്ളൊരു കൺഫ്യൂഷനാണ്. അവർ പലരും ധരിച്ചു വച്ചിരിക്കുന്നത് ഇവർക്ക് വർഷാവർഷങ്ങളിൽ മെഡിക്കൽ ചെക്കപ്പുകൾ ചെയ്യാം, അല്ലെങ്കിൽ ഡോക്ടറിനെ പോയി കാണുന്നതിന് ഉള്ള ഫീസ് കിട്ടും, ഏതെങ്കിലും തരത്തിലുള്ള മെഡിക്കൽ ടെസ്റ്റുകൾ നടത്തുന്നതിനുള്ള ക്ലെയിം എല്ലാം കിട്ടുമെന്നാണ് പലരും ധരിച്ചു വച്ചിരിക്കുന്നത്. ഇത് തെറ്റായിട്ടുള്ള ധാരണയാണ്. 24 മണിക്കൂറെങ്കിലും നിങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റും പിന്നെ അതോടൊപ്പം അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന ടെസ്റ്റുകൾക്ക്, മെഡിക്കൽ ടെസ്റ്റുകൾക്ക് മാത്രമാണ് ഈ ഇൻഷുറൻസ് കവറേജ് ലഭിക്കുകയുള്ളൂ. എന്നാൽ ചില തരത്തിലുള്ള ഡേ കെയർ ചികിത്സകൾ, കീമോ, ഡയാലിസിസ് ഇതേപോലെയുള്ള ഡേ കെയർ ചികിത്സകൾക്ക് ആ 24 മണിക്കൂർ സമയം ബാധകമല്ല. അതിന് ക്ലെയിം ലഭിക്കും. കേരളത്തിൽ ഏകദേശം 700ഓളം, അതോടൊപ്പം തന്നെ ഇന്ത്യയിലൊട്ടാകെ 24,000ഓളം ഹോസ്പിറ്റലുകളിൽ നിങ്ങൾക്ക് ഈ ക്യാഷ്ലെസ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. ഇത് കൂടാതെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ 10 ലക്ഷത്തിൻ്റെ ഒരു ഇൻഷുറൻസ് എടുത്തു, നിങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി, നിങ്ങളുടെ ഹോസ്പിറ്റലിലെ ബില്ല് ഒരു 7 ലക്ഷം രൂപ വന്നു, തീർച്ചയായിട്ടും നിങ്ങൾക്ക് 100% അത് ക്യാഷ്ലെസ് ആയിട്ട് ലഭിക്കുകയില്ല. ഈ ഇൻഷുറൻസ് പോളിസിയുടെ അല്ല, സാധാരണ നമ്മുടെ ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഇൻഷുറൻസ് പോളിസികളുടെ വ്യവസ്ഥകളനുസരിച്ച് നമുക്ക് കൺസ്യൂമബിൾ ആയിട്ടുള്ള ഐറ്റംസ്, അതായത് സൂചി, പഞ്ഞി അതേപോലെ വരുന്ന ഐറ്റംസ് ഒന്നും ഈ ഇൻഷുറൻസിൽ കവേർഡ് അല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് 100% ക്ലെയിം ലഭിക്കുകയില്ല. 7 ലക്ഷം രൂപ നിങ്ങളുടെ ഹോസ്പിറ്റൽ ബില്ലായെങ്കിൽ തീർച്ചയായിട്ടും 7 ലക്ഷം രൂപ 100% നിങ്ങൾക്ക് ക്ലെയിം ലഭിക്കുകയില്ല. ഈ കാര്യങ്ങൾ എല്ലാവരും നോട്ട് ചെയ്യേണ്ടതാണ്. ഈ യൂട്യൂബ് ചാനലിൽ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള 1500ഓളം വീഡിയോകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ മിക്കവാറും വീഡിയോകൾ പ്രവാസികൾ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രവാസികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഗവൺമെൻറ് തലത്തിൽ വരുന്ന ചേഞ്ചസുകൾ, പ്രവാസികൾക്ക് എന്തെല്ലാം ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്,
എങ്ങനെയാണ് അവർ ടാക്സ് ഹാൻഡിൽ ചെയ്യേണ്ടത്, എങ്ങനെയാണ് റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യേണ്ടത്, ഇതേപോലെ വിവിധ കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ഒട്ടനവധി വീഡിയോകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും ഇതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങളുടെ പ്രവാസികളായിട്ടുള്ള വ്യക്തികൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനൊക്കെ ഫോർവേഡ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഈ പോളിസിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അപകട ഇൻഷുറൻസ് ആണ്. അതായത് പ്രൈമറി ഹോൾഡറിന് ആരാണോ പ്രവാസി അല്ലെങ്കിൽ ആരുടെ പ്രവാസി ID കാർഡ് മുഖാന്തരമാണ് ഈ ഇൻഷുറൻസ് പോളിസി എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് മാത്രമാണ് അപകട ഇൻഷുറൻസ് ലഭിക്കുകയുള്ളൂ. 10 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെയാണ് അപകട ഇൻഷുറൻസ് ലഭിക്കുക. ഒരു വ്യക്തി അപകടം മുഖാന്തരം മരണപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെ, അതായത് നിങ്ങൾ എടുക്കുന്ന പോളിസി 50 ലക്ഷത്തിൻ്റെ പോളിസിയാണ് എടുത്തിരിക്കുന്നതെങ്കിൽ 50 ലക്ഷത്തിൻ്റെ അപകട ഇൻഷുറൻസ് കിട്ടും. 5 ലക്ഷം രൂപയുടെ പോളിസിയാണ് എടുത്തിരിക്കുന്നതെങ്കിലും മിനിമം 10 ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് ലഭ്യമാണ്. ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ 5 ലക്ഷം രൂപയുടെ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത ഒരു വ്യക്തി അപകടം മൂലം മരണപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിന് 15 ലക്ഷം രൂപയുടെ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് കവറേജ് ലഭിക്കും. കാരണം 10 ലക്ഷം രൂപ ഈ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കവറേജ് ആയിട്ടും 5 ലക്ഷം രൂപ അദ്ദേഹത്തിന് നോർക്ക ഐ ഡി കാർഡ് ഒരു ആക്സിഡൻറ്റ് ഇൻഷുറൻസ് കാർഡാണ്. അപ്പോൾ അതിൽ നിന്ന് 5 ലക്ഷം രൂപയിൽ ലഭിക്കും. അങ്ങനെ 5 ലക്ഷം രൂപ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത ഒരു വ്യക്തിക്ക് പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് കവറേജ് ആയിട്ട് 10 ലക്ഷം രൂപ വരെ ലഭിക്കാം. ഇത് കൂടാതെ തന്നെ ഇൻഷുറൻസ് എടുത്ത ഒരു വ്യക്തി മരണപ്പെടുന്ന ഒരു അവസരത്തിൽ 25,000 രൂപ അദ്ദേഹത്തിൻ്റെ ബോഡി കൊണ്ടുവരുന്നതിന് ഇന്ത്യയിലും വിദേശത്ത് നിന്നാണെങ്കിൽ 50,000 രൂപ വരെയുള്ള എമൗണ്ട് ലഭിക്കും. സ്ഥിരമായോ അല്ലെങ്കിൽ പൂർണ്ണമായോ നിങ്ങൾക്ക് എന്തെങ്കിലും ഫിസിക്കലായിട്ടുള്ള ഡിസബിലിറ്റി വന്നിട്ടുണ്ടെങ്കിൽ അഗെയിൻ നിങ്ങൾക്ക് 100%, അതായത് 10 ലക്ഷം രൂപയോ അല്ലെങ്കിൽ 1 കോടി രൂപ വരെയുള്ള പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് കവറേജിൽ നിന്ന് ലഭിക്കും. പ്രവാസികൾ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനും അതേപോലെ തന്നെ പ്രവാസികൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനും വേണ്ടിയിട്ട് കേരള പ്രവാസി കമ്മ്യൂണിറ്റി ഫോറം എന്ന് പറയുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഗ്രൂപ്പിൽ ആയിരക്കണക്കിന് പ്രവാസികൾ മെമ്പേഴ്സാണ്. ഈ ഗ്രൂപ്പിൽ അംഗമായിട്ട് ചേരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് പ്രവാസി എന്ന് ഒരു മെസ്സേജ് അയയ്ക്കുക. അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഈ ഗ്രൂപ്പിൽ ചേരാനായിട്ടുള്ള ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഈ നോർക്ക കെയർ പ്ലസ്സിൽ ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് ലഭിക്കുന്നതിന് എത്രയൊക്കെ പ്രീമിയം ആണ് ഇനി നമ്മൾ നൽകേണ്ടതെന്ന് നോക്കാം. ഇത് 2-3-4 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. നമ്മൾ സെൽഫായിട്ട് എടുക്കുകയാണെങ്കിൽ 5 ലക്ഷം രൂപയുടെ കവറേജ് നമുക്ക് ലഭിക്കുന്നതിന് 5,499 രൂപ മാത്രം ഇപ്പോൾ കൊടുത്താൽ മതി. 5 ലക്ഷം രൂപയുടെ ഹെൽത്ത് ഇൻഷുറൻസ് കവറേജും അതോടൊപ്പം തന്നെ 10 ലക്ഷം രൂപയുടെ പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് കവറേജ് ലഭിക്കും. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ സ്പൗസും 2 കുട്ടികളും 25 വയസ്സിന് താഴെയുള്ള 2 കുട്ടികളാണെങ്കിൽ 9,039 രൂപ കൊടുത്താൽ മതി. 10 ലക്ഷത്തിന് മേളിലുള്ള ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ നിങ്ങളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിയുടെ മാതാപിതാക്കളെയും കൂടി ചേർക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രീമിയമാണ് ഇവിടെ പറയുന്നത്. ഇത് 8 മാസത്തേനുള്ള പ്രീമിയമാണ് കേട്ടോ. കാരണം അടുത്ത പ്രാവശ്യം അല്ലെങ്കിൽ ഏപ്രിൽ 2027 ഈ പോളിസി നിങ്ങൾ റിന്യൂ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇതിനേക്കാളും കൂടുതൽ പ്രീമിയം കൊടുക്കേണ്ടി വരും. കാരണം ഇത് 8 മാസത്തെ പ്രീമിയമാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ 4 മാസത്തെ പ്രീമിയം കൂടി ആഡ് ചെയ്ത് ഉള്ള തുക എന്ന് വെച്ചാൽ ഈ സെൽഫായിട്ട് നമ്മൾ എടുക്കുമ്പോൾ 5,499 രൂപ ഇപ്പോൾ കൊടുക്കുന്നു എങ്കിലും ഇത് നിങ്ങൾ അടുത്ത വർഷം റിന്യൂ ചെയ്യുന്ന സമയത്ത് 8,000 രൂപയിൽ മുകളിൽ ഇതിൽ പ്രീമിയം വരേണ്ടതാണ്. ഇവിടെ ഞാൻ ഈ ചാർട്ടിൽ കാണിച്ചിരിക്കുന്നത് ഓരോ ഇൻഷുറൻസ് സം അഷ്വേർഡിൻ്റെ എത്രയൊക്കെ തുകയാണ് ഓരോ കാറ്റഗറിയിൽ പെടുന്നവരും കൊടുക്കേണ്ടതെന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് കറക്റ്റായിട്ട് എത്രയൊക്കെ പ്രീമിയം വരുമെന്ന് നിങ്ങൾ തന്നെ ഒന്ന് മനസ്സിലാക്കുക. ഈ ഇൻഷുറൻസ് പോളിസി എടുത്ത ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പോളിസി ഇഷ്യൂ ചെയ്ത ദിവസം മുതൽ 1 മാസത്തിന് ശേഷം എപ്പോൾ വേണമെങ്കിലും അദ്ദേഹത്തിന് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാം. അതിനുള്ള ബെനിഫിറ്റുകൾ എടുക്കാം. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുള്ളൂ, നിങ്ങൾ ഈ പോളിസി എടുക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു ID കാർഡ് നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്യും. ഇതെങ്ങനെയാണ് ഓൺലൈനായിട്ട് ഈ പോളിസി എടുക്കുക, എങ്ങനെയാണ് നോർക്ക കെയർ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ്
ഇതിന് മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുക, എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഈസി ആയിട്ട് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്കും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഈ നോർക്ക കെയർ പദ്ധതിയിൽ ചേരാൻ പറ്റുമെന്നുള്ളതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള ഗൈഡ് ലൈൻസ് അതിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. അതുകൂടാതെ തന്നെ നോർക്ക കെയർ പദ്ധതിയിൽ നമുക്ക് അംഗമാകണമെങ്കിൽ ബേസിക് ആയിട്ടുള്ള നമ്മുടെ യോഗ്യത എന്ന് പറയുന്നത് നമുക്കൊരു നോർക്ക ID കാർഡ് ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പം പല വ്യക്തികളും വർഷങ്ങൾക്ക് മുന്നേ നോർക്ക ID കാർഡ് എടുത്തിട്ടുണ്ടാവും. നോർക്ക ID കാർഡിൻ്റെ വാലിഡിറ്റി 3 വർഷമാണ്. 3 വർഷത്തിന് ശേഷം പലരുടെയും നോർക്ക ID കാർഡ് ഇൻവാലിഡ് ആയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളവരും ഇപ്പം നോർക്ക ID കാർഡ് ഇല്ലാത്തവരും എങ്ങനെയാണ് നോർക്ക ID കാർഡിന് അപ്ലൈ ചെയ്യുന്നതിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ളൊരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പം നോർക്ക ID കാർഡ് സ്വന്തമായിട്ട് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെയാണ് നോർക്ക ID കാർഡിന് അപ്ലൈ ചെയ്യുന്നതെന്ന് വിശദമായിട്ട് അതിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് നോക്കി നോർക്ക ID കാർഡിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മൾ സംസാരിച്ച് വന്നത് എങ്ങനെയാണ് ഇതിൻ്റെ ക്ലെയിം സെറ്റിൽമെൻറ്റ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ്. ഇത് ബേസിക്കലി ക്യാഷ്ലെസ് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ്. ഞാൻ പറഞ്ഞു ഇന്ത്യയിൽ ഏകദേശം 700ഓളം ഹോസ്പിറ്റലുകളുമായിട്ട് ഈ ഇൻഷുറൻസ് കമ്പനിക്ക് അറേഞ്ച്മെൻ്റ് ഉണ്ട്. ഈ ഹോസ്പിറ്റലുകളിൽ നിങ്ങൾ അഡ്മിറ്റ് ആയാൽ നിങ്ങൾക്ക് ക്യാഷ്ലെസ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടും. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾ ഈ ഇൻഷുറൻസ് കാർഡ് നിങ്ങൾ ഇൻഷുറൻസ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഇൻഷുറൻസിൻ്റെ കാർഡ് ഡൗൺലോഡ് ചെയ്യാം. ആ ഇൻഷുറൻസ് കാർഡ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ ആരാണോ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത്, നിങ്ങൾ ഫാമിലി ഫ്ലോട്ടർ പോളിസിയാണ്, ഇപ്പം നിങ്ങളോ നിങ്ങളുടെ സ്പൗസോ നിങ്ങളുടെ വൈഫോ അല്ലെങ്കിൽ കുട്ടികളോ മാതാപിതാക്കളോ ആർക്കാണോ ട്രീറ്റ്മെൻറ്റ് വേണ്ടത് അവരുടെ ഐഡൻറ്റിറ്റി കാർഡ്, അതായത് ഗവൺമെൻറ് ഇഷ്യൂ ചെയ്ത ഒരു ഐഡൻറ്റിറ്റി കാർഡും നിങ്ങൾ ഹോസ്പിറ്റലിൽ പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രമാണ് അവർ ക്ലെയിം പ്രോസസ്സ് ചെയ്യുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും 100% ക്ലെയിം പല അവസരങ്ങളിലും നിങ്ങൾക്ക് ലഭിക്കുകയില്ല. അപ്പോൾ ഹോസ്പിറ്റലിൽ നിങ്ങൾ പോകുന്നതിന് മുന്നേ നോർക്കയുടെ ഇൻഷുറൻസ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ എന്നാരും ചോദിക്കരുത്. കാരണം നോർക്ക എന്ന് പറയുന്ന ഒരു ഇൻഷുറൻസ് കമ്പനിയല്ല. നോർക്ക ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസ് പോളിസി അവരുടെ പേരിൽ എടുത്ത് നോർക്ക ID കാർഡ് ഉള്ളവർക്ക് അതിൻ്റെ ബെനിഫിറ്റ് കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഈ നോർക്കയുടെ ID കാർഡ് തന്നെ അവരെ കാണിച്ചു കൊടുക്കുക. അതല്ലാതെ നോർക്ക ഇൻഷുറൻസ് എടുക്കുമോ നോർക്ക കെയർ പ്ലസ് എടുക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഹോസ്പിറ്റലിലുള്ളവർക്ക് അറിയാൻ പാടില്ലായിരിക്കും. കാരണം ഈ നോർക്ക കെയർ പ്ലസിൻ്റെ ഇൻഷുറൻസ് കൊടുക്കുന്നത് യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയാണ്. യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയുടെ ഇൻഷുറൻസ് ക്ലെയിം അഡ്മിറ്റ് ചെയ്യുന്ന ഹോസ്പിറ്റലുകളെല്ലാം ഈ ഫെസിലിറ്റി നിങ്ങൾക്ക് ലഭിക്കേണ്ടതാണ്. നോർക്ക കെയർ ഇൻഷുറൻസ് എങ്ങനെയാണ് ഓൺലൈനിൽ അപ്ലൈ ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഇവിടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനുണ്ട്. ആവശ്യമുണ്ട് കണ്ടു നോക്കുക. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ QR കോഡ് നിങ്ങൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോർക്ക കെയറിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. ഈ കോഡ് നിങ്ങൾ സ്കാൻ ചെയ്താൽ മതി. ഈ ഇൻഷുറൻസിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു, ഇൻഷുറൻസ് പരിരക്ഷ എന്താണ്. പക്ഷേ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ചില അസുഖങ്ങൾ ഈ ഇൻഷുറൻസിൽ പ്രത്യേകമായിട്ട് അവർ പറയുന്നുണ്ട്. അതിൽ സബ് ലിമിറ്റ് ഉണ്ട്. ചില അസുഖങ്ങൾക്ക് ഹെർണിയ അതേപോലെയുള്ള ചില അസുഖങ്ങൾക്ക് 50,000 രൂപ വരെയുള്ള കവറേജ് നമുക്ക് ലഭിക്കുകയുള്ളൂ. നിങ്ങൾ ഇതേപോലെയുള്ള അസുഖങ്ങൾക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു, ഹോസ്പിറ്റലിൽ 1 ലക്ഷം രൂപ നിങ്ങൾക്ക് ചാർജ് ചെയ്തെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റലുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയായിട്ട് വഴക്കുണ്ടാക്കിയിട്ടോ കാര്യമില്ല. അവർ ഇൻഷുറൻസ് ടേംസ് ആൻഡ് കണ്ടീഷനിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് ചില അസുഖങ്ങൾക്ക് പ്രതിവർഷം 50,000 രൂപ വരെയുള്ള സബ് ലിമിറ്റ് വെച്ചിട്ടുണ്ട്. അപ്പം അത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക. ഈ വിഡാൽ ഹെൽത്ത് എന്ന് പറയുന്ന ആ സ്ഥാപനമാണ് ഇതിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ. ഈ പോളിസി ഇഷ്യൂ ചെയ്യുന്നത് യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയാണ്. ഇതൊരു ഗവൺമെൻറ് ഇൻഷുറൻസ് കമ്പനിയാണ്. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാനായിട്ട് നമ്മുടെ കേരളത്തിൽ മിക്കവാറും എല്ലാ ജില്ലകളിലും ഉള്ള ഒരു ഫോൺ നമ്പർ അവർ തന്നിട്ടുണ്ട്. ഇത് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ മൊബൈൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ റിപ്ലൈ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സാധാരണയായിട്ട് നോർക്കയിലൊക്കെ നമ്മൾ പല കാര്യങ്ങൾക്കും കോൺടാക്റ്റ് ചെയ്യുമ്പം ആളുകൾക്ക് വ്യക്തമായിട്ടുള്ള മറുപടി കിട്ടുന്നില്ല, ഫോൺ എടുക്കുന്നില്ല എന്നൊക്കെയുള്ള ഒരുപാട് പരാതികളുണ്ട്. ഞാൻ നിങ്ങളെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ. ഞാൻ ഈ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത് ജസ്റ്റ് ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ്. ഇത് നിങ്ങൾ ഈ നോർക്ക കെയർ പ്ലസ് പോളിസിയിൽ
നിങ്ങൾ ചേരാനായിട്ടുള്ള ഒരു റെക്കമെൻഡേഷനോ അല്ലെങ്കിൽ ഇതൊരു സെയിൽസ് പ്രൊമോഷനോ അല്ല എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കുക. ഞാൻ ഇത്രയും നേരം സംസാരിച്ചത് ഈ പോളിസിയുടെ നല്ല വശങ്ങളെക്കുറിച്ചാണ്. എന്നാൽ ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസർ എന്ന നിലയിലും ഈ കാര്യങ്ങളെക്കുറിച്ച് പഠിച്ച ഒരു വ്യക്തി എന്ന നിലയിലും ഇതിൽ ചില ഡിസഡ്വാൻറ്റേജസ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട്. ഇന്ന് നിലവിൽ പ്രൈവറ്റ് സെക്ടറിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഷുറൻസ് പോളിസികളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറേ ഡിസഡ്വാൻറ്റേജസ് ഈ പോളിസിക്കുണ്ട്. ഒന്ന്, നോ റെസ്റ്റോറേഷൻ ബെനിഫിറ്റ്. സാധാരണ പ്രൈവറ്റ് സെക്ടറിലുള്ള ഇൻഷുറൻസ് കമ്പനികൾ ഇൻഷുറൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ റെസ്റ്റോറേഷൻ ബെനിഫിറ്റ് എന്ന് പറഞ്ഞൊരു ബെനിഫിറ്റ് ഉണ്ട്. അതായത് ഒരു വർഷം ഇപ്പോൾ നിങ്ങൾ 10 ലക്ഷം രൂപയാണ് ഇൻഷുറൻസ് കവറേജ് എങ്കിൽ നിങ്ങൾ ഒരു വർഷം ഒരു 8 ലക്ഷം രൂപ ചിലവാക്കിയെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ഇൻഷുറൻസ് കമ്പനി നമ്മുടെ കവറേജ് 10 ലക്ഷമായിട്ട് മാറ്റും. അപ്പോൾ ആ ഒരു ഫെസിലിറ്റി ഇതിൻ്റെ അകത്ത് അവൈലബിൾ അല്ല. അതേപോലെ തന്നെ നോ ക്ലെയിം ബോണസസ്. സാധാരണയായിട്ട് നമ്മൾ ക്ലെയിം ഒന്നും ചെയ്തിട്ടില്ല എങ്കിൽ ഇൻഷുറൻസ് കമ്പനികൾ ഓരോ വർഷവും അഡീഷണൽ ആയിട്ട് നമുക്ക് സം ഇൻഷ്വേർഡ് കൂട്ടിക്കൊണ്ടുവരും. അപ്പം ചിലപ്പം 10 ലക്ഷം രൂപയുടെ ഒരു പോളിസി എടുത്ത ഒരു വ്യക്തിയാണെങ്കിൽ 10 വർഷം കൊണ്ട് അദ്ദേഹം ക്ലെയിം ഒന്നും അധികമായിട്ട് ചെയ്തിട്ടില്ല എങ്കിൽ 1 കോടി രൂപ വരെയും ഓട്ടോമാറ്റിക്കായിട്ട് അദ്ദേഹത്തിൻ്റെ ഇൻഷുറൻസ് കവറേജ് പല അവസരങ്ങളിലും കൂടാനും അൺലിമിറ്റഡ് ആയിട്ട് ഇത് കൂടാനൊക്കെയുള്ള ഓപ്ഷൻസ് പല ഇൻഷുറൻസും അവൈലബിൾ ആണ്. പക്ഷെ നമ്മുടെ ഈ പോളിസിയിൽ ഇത് അവൈലബിൾ അല്ല. ഇതിൻ്റെ വേറൊരു ഡിസഡ്വാൻറ്റേജ് ഞാൻ കാണുന്നത്, ഇതൊരു ഗ്രൂപ്പ് ഇൻഷുറൻസ് പോളിസി ആയ കാരണം ഈ 18% GST കൂടി നമ്മുടെ പ്രീമിയത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് GST ഇല്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇൻഷുറൻസ് പ്രീമിയം വളരെ കുറഞ്ഞേനെ. മറ്റ് ഇൻഷുറൻസ് പോളിസികൾക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ടും ഈ 18% GST ഒഴിവാക്കിയത് കാരണം കുറഞ്ഞ പ്രീമിയം അവർക്ക് കൊടുത്താൽ മതി. എഗെയിൻ ഇതൊരു ഗ്രൂപ്പ് ഇൻഷുറൻസ് പോളിസി ആയ കാരണം വേറെ ഇൻഷുറൻസ് കമ്പനിയിലേക്ക് ഇത് പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ അവൈലബിൾ അല്ല. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പുവർ കസ്റ്റമർ സർവീസ്. നോർക്കയിൽ നിന്നും അതോടൊപ്പം തന്നെ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും പല സമയങ്ങളിലും കറക്റ്റായിട്ടുള്ള രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ഇതിൻ്റെ പോളിസി ഹോൾഡേഴ്സിന് ലഭിക്കാറില്ല. ഫോണ് വിളിച്ചാൽ പല സമയങ്ങളിലും ആൻസർ കിട്ടാറില്ല. സംശയങ്ങൾ ചോദിച്ചാൽ മറുപടി കിട്ടാറില്ല. അപ്പോൾ ഇതേപോലെ കുറേ ഡിസഡ്വാൻറ്റേജസ് ഇതിൻ്റെ അകത്തുണ്ട്. എഗെയിൻ ഞാനിവിടെ ചെയ്തിരിക്കുന്നത് ഇന്ന് നമ്മുടെ നിലവിലുള്ള ഇൻഷുറൻസ് പ്രീമിയവുമായിട്ട് ഞാനിതൊന്ന് കമ്പയർ ചെയ്യുകയാണ്. പ്രൈവറ്റ് സെക്ടറിലുള്ള ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ഒരു 30 വയസ്സുള്ള ഒരു വ്യക്തി സിംഗിൾ പ്രീമിയം അദ്ദേഹം സ്വന്തമായിട്ട് ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കുകയാണെങ്കിൽ ഒരു 10 ലക്ഷം രൂപയുടെ കവറേജ് കിട്ടുന്നതിന് പല ഇൻഷുറൻസ് കമ്പനികളിലും ഒരു 8,000 രൂപ മുതൽ 10,000 രൂപ വരെയും പ്രീമിയം കൊടുത്താൽ മതി. ഇത്രയും പ്രീമിയം നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ ഈ ബെനിഫിറ്റുകളെല്ലാം നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് അഡീഷണൽ ആയിട്ട് കിട്ടും. ഇനി 30 വയസ്സുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ വൈഫും അദ്ദേഹത്തിൻ്റെ 2 കുട്ടികളും ചേർന്ന് ഈ പോളിസി എടുക്കണമെങ്കിൽ ഇന്ന് നിലവിൽ പ്രൈവറ്റ് സെക്ടറിലുള്ള കമ്പനികളിൽ നിന്ന് ഏകദേശം 14,000 മുതൽ 17,000 രൂപ വരെയുള്ള പ്രീമിയം നിങ്ങൾ നൽകിയാൽ നിങ്ങൾക്ക് ഇതേപോലത്തെ പോളിസി ഇപ്പം അവൈലബിൾ ആണ്. നിങ്ങൾ തന്നെ കമ്പയർ ചെയ്ത് നോക്കൂ. എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായത്തിൽ ഒരു 35 വയസ്സിന് താഴെയുള്ള വ്യക്തികൾ ഈ പോളിസി എടുക്കുന്നതിന് മുന്നേ നിങ്ങൾ പ്രൈവറ്റ് സെക്ടറിലുള്ള ഇൻഷുറൻസ് പോളിസികളുമായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം ഈ പർട്ടിക്കുലർ ഇൻഷുറൻസ് പോളിസിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ 10 ലക്ഷം രൂപയുടെ അല്ലെങ്കിൽ 5 ലക്ഷം രൂപയുടെ കവറേജ് എടുത്താൽ നിങ്ങൾ എത്രയോ വർഷം കണ്ടിന്യൂ ചെയ്താലും നിങ്ങൾക്ക് ഈ 5 ലക്ഷത്തിൻ്റെ അല്ലെങ്കിൽ 10 ലക്ഷത്തിൻ്റെ മാത്രം കവറേജ് ലഭിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ ഞാനിവിടെ വിവരിച്ച ഡിസഡ്വാൻറ്റേജ് ഈ പോളിസിക്കുണ്ട്. തീർച്ചയായിട്ടും ഒരു 35 വയസ്സിന് താഴെയുള്ള പ്രവാസികൾ ഈ ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അവരെ സിംഗിൾ നെയിമിലോ അല്ലെങ്കിൽ അവരെ വൈഫിനെയും കുട്ടികളെയും ചേർത്ത് എടുക്കുമ്പോൾ ഇത് ഒരു കമ്പാരിസൺ നിങ്ങൾ നടത്തേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾ നിലവിൽ ഏതെങ്കിലും തരത്തിലുള്ള അസുഖമുള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ ഏജ്ഡ് ആയിട്ടുള്ള നിങ്ങളുടെ പേരൻസിനെയൊക്കെ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ അവരും ഏതെങ്കിലും തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ പോളിസി ഒരുപാട് അഡ്വാൻറ്റേജ് ആണ്. പക്ഷേ ഒരു 35 വയസ്സിന് താഴെയുള്ള വ്യക്തി ഈ പോളിസി എടുക്കുമ്പോൾ ഒരു കമ്പാരിസൺ അവർ ചെയ്തു നോക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പോളിസിയെക്കുറിച്ചുള്ള ചെറുതായിട്ടുള്ളൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരുന്നതേ ഉള്ളൂ. ഈ പോളിസിയിൽ ചേരാനോ അല്ലെങ്കിൽ അംഗമാകാനോ ആയിട്ടുള്ളൊരു റെക്കമെൻഡേഷനായിട്ടാരും ഇത് കണക്കാക്കരുത്. ഇതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഏകദേശം 1500ഓളം വീഡിയോകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥാസമയം നിങ്ങൾ എത്തണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറിവ് നൽകുന്ന ഒട്ടനവധി വീഡിയോകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്.
അതോടൊപ്പം തന്നെ നമ്മുടെ പ്രവാസി കമ്മ്യൂണിറ്റി അറിഞ്ഞിരിക്കേണ്ട ഗവൺമെൻറ് തലത്തിലും ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ രീതിയിലും വരുന്ന ചേഞ്ചസുകൾ അപ്പം നമ്മുടെ ഈ കേരള പ്രവാസി കമ്മ്യൂണിറ്റി ഫോറം എന്ന് പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പിലൂടെ എല്ലാവരെയും അറിയിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ഈ പ്രവാസി കമ്മ്യൂണിറ്റി ഫോറം ഗ്രൂപ്പിൽ അംഗങ്ങളാകാം. ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.